യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 2261. 8 മാസത്തിന് ശേഷം വീണ്ടും കാഞ്ഞങ്ങാടേക്ക് വന്നതാണ് കേട്ടോ. യൂണിവേഴ്സിറ്റീൻ്റെ കോൺവെക്കേഷൻ സെറമണി ആയതുകൊണ്ട് ഞാനും ഐഷും കൂടി വേഗം ട്രെയിൻ കയറി വന്ന്. നമ്മൾ ഫ്രണ്ട്സ് വന്ന് പിക്ക് ചെയ്യാന്നാ പറഞ്ഞ് അവർക്ക് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു. വിശപ്പിൻ്റെ ചെറിയൊരു സൂക്കേടുള്ളതുകൊണ്ട് ഞാനും ഐഷും വിചാരിച്ച് നമുക്കിന്ന് വേഗം ഫുഡ് കഴിക്കാം. അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നപ്പോൾ നമ്മൾ നേരെ സ്ഥിരം ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലേക്ക് പോയി. പക്ഷേ ഇന്ന് അവിടെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഒന്നും നോക്കണ്ട, ബാക്കി എവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടൽ തുറന്നിട്ടുണ്ടെങ്കിൽ നേരെ പോയി നോക്കാമെന്ന്. പക്ഷേ നോമ്പിൻ്റെ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ പ്രതീക്ഷിച്ച ഹോട്ടലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ വിട്ടത് ഒറിക്സിലേക്കാണ്. ഒറിക്സ് കാഞ്ഞങ്ങാടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഒറിക്സിലെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും കുറച്ച് ഹെവി ആയിട്ട് കഴിക്കാമെന്ന്. കാരണം അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ഗാങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അജണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡാണ് മെയിൻ. ഫുഡ് കഴിച്ചിട്ടേ ബാക്കിയുള്ള എന്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഫുഡ് കഴിച്ച് നേരെ യൂണിവേഴ്സിറ്റി പോയി നമ്മുടെ സ്ഥിരം സൺസെറ്റ് സ്പോട്ട് പോയിരുന്നു. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നിട്ടോ. പിന്നെ കുറേ നേരം കത്തിയടിയായി പല പല വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് നമ്മളങ്ങനെ ഓരോ നയവർക്കായിരുന്നു പണ്ടത്തെ കാര്യങ്ങളും എല്ലാം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ നേരെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം ഇന്ന് ഞാനും ഐഷ അവിടെയാണ് സ്റ്റേ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഡേ ആയി. സോ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കിത് മതി തോന്നുന്നു, കാരണം നമ്മുടെ കല്യാണമൊന്നും അല്ല. Okay. Bye. ഇതെന്താ മൂന്നാളും കൂടെ ഉജാലേൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോവാന്ന് വിചാരിച്ചോ? പക്ഷേ അല്ല കേട്ടോ. നമ്മുടെ ഡ്രസ് കോഡ് വന്നിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. അതാണ് എല്ലാവരും ഇങ്ങനെ. സോ അവിടുന്ന് നമ്മൾ നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ കാണുന്നത് ബേക്കൽ ബീച്ചാണ് കേട്ടോ. സോ ഇവിടുന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു 12 കിലോമീറ്റേഴ്സ് ഉണ്ട് അറൗണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോൺവെക്കേഷൻ്റെ പ്രൊസഷനൊക്കെ സ്റ്റാർട്ടായി. പിന്നെ ഒഫീഷ്യലായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് ചീഫ് ഗസ്റ്റിൻ്റെ കൂടെ. എല്ലാവരെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും കണ്ടവരോടൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കാനൊക്കെ പറ്റി. ഒന്നാമത് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നല്ലോ. ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഗാങ്. എല്ലാത്തിനും ഒരു ഫാമിലി പോലെ കൂടെ നിൽക്കുന്നവരാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി തന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എനിക്ക് തന്ന ബെസ്റ്റ് മൊമെൻറ്റ്സ് ആണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് എനിക്ക് എന്നും എസെറ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരുപാട് ഗുഡ് മെമ്മറീസ് ആണ്. സോ അത്രയേ ഉള്ളൂ. ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.